വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് പണം നൽകണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം ജനാധിപത്യ വിരുദ്ധമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട് ദുരന്തത്തിൽ കേരളം ആവശ്യപ്പെട്ട തുക നൽകാതെ സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ നിന്ന് പണം പിടിക്കാനുള്ള കേന്ദ്ര നീക്കം വിചിത്രമാണ്. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. തെറ്റായ കണക്കുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിനോട് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു സമീപനം എടുക്കാനാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നത്. അതിൻ്റെ ഒരു അവസാനത്തെ സൂചനയാണ് ഇപ്പോൾ 132,61 ലക്ഷത്തിലധികം വരുന്ന സംഖ്യ കാണിച്ചുകൊണ്ട് കേരളത്തിന് ഈ ഘട്ടത്തിൽ അയച്ചിട്ടുള്ള കത്ത്. ഈ ദുരന്തത്തിൽ ആവശ്യമായ പണം അഡീഷണൽ അസിസ്റ്റൻസായി ആവശ്യപ്പെട്ട ഘട്ടത്തിൽ ആ തുക നൽകാതെ നിലവിലുള്ള കേരളത്തിൽ ബാക്കിയുള്ള STRF സംഖ്യയിലെ 50% വീണ്ടും കേരളത്തിന് തന്നെ അനുവദിക്കുക എന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് STRF സംഖ്യയിൽ നിന്ന് ഇത് കൊടുക്കണം എന്ന് ആവശ്യമുന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതി മുമ്പാകെ കേരളം പറഞ്ഞു 638,50,00,000 രൂപ കേരളത്തിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കോടതിയുടെ ഭാഗമായിട്ടുള്ള അമിക്കസ് ക്യൂറിമാരും അത് പൊതുവായി അംഗീകരിച്ച് കേന്ദ്രത്തിനോട് പറഞ്ഞത് കേരളത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് കൂടി പരിശോധിച്ചിട്ട് വേണം സംഖ്യയാകാൻ. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് കേന്ദ്രം എടുക്കുന്നത്. കോടതിയെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയും ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും.